ശ്രീ ജോർജ് പൊടിപ്പാറ, നോക്കൂ, മുഖ്യമന്ത്രി പ്രഖ്യാപനം വന്നു കഴിഞ്ഞ് മുഖം തരാതെ മിണ്ടാതെ പോയ രമേശ് ചെന്നിത്തലയുണ്ട്. ഇനിയും എന്നെ പിച്ച് ചീന്തണോ നിങ്ങൾക്കെന്ന് ചോദിച്ച KC വേണുഗോപാൽ ഉണ്ടായിരുന്നു. പക്ഷേ രണ്ടാം ദിവസം എല്ലാ തർക്കങ്ങളും എല്ലാ പിണക്കങ്ങളും മാറി ഒരുമിച്ച് നിൽക്കുന്ന ഒരു ടീം UDF-നെയാണ് കാണാൻ കഴിയുന്നത്. ഈ സമീപകാല ഒരു ചരിത്രം നോക്കുകയാണെങ്കിൽ ഇത്രയും ഇഴയെടുപ്പമുള്ള ഒരു UDF-നെ കണ്ടിരുന്നോ? തീർച്ചയായിട്ടും ആര്യ പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കാതെ പറ്റില്ല. അതായത് വല്ലാത്തൊരു ഇഴയടപ്പവും വല്ലാത്തൊരു ഒരു 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 കോടിയൽ ആയിട്ടുള്ള ഒരു സമീപനം എന്തായാലും ഇത് കാണാൻ കഴിയുന്നുണ്ട്. മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ സ്വാഭാവികമായിട്ടും വളരെ പ്രഗത്ഭരായിട്ടുള്ള 3 പേര് നിൽക്കുമ്പോൾ അതിൽ ആരെ തെരഞ്ഞെടുക്കണം എന്നുള്ളത് ഒരുപാട് കാര്യങ്ങൾ പരിഗണിക്കേണ്ടി വന്നു. അതെല്ലാവരുടെ അഭിപ്രായം ആരാഞ്ഞൊടുവിൽ ഞാൻ വിചാരിക്കുന്നു ഏറ്റവും അർഹമായ കൈകളിലേക്ക് ആ സ്ഥാനം എത്തിയെന്നാണ്. ഒരുപക്ഷെ ചിലർക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും. ഏതായാലും ഹൈക്കമാൻഡ് ജനവികാരം മാനിച്ചു. അതും ഒരു ചരിത്രമാണ്. അതായത് എല്ലാ അർത്ഥത്തിലും ഒരു ജനങ്ങളെ അംഗീകരിച്ച് കേരളത്തിന്റെ പൊതുവികാരം മാനിച്ച് ആ രീതിയിലൊരു മുഖ്യമന്ത്രിയെ കണ്ടെത്തുക എന്ന് പറയുന്നത് വളരെ അപൂർവമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അത് സംഭവിച്ചു. അതിനുശേഷം യഥാർത്ഥ പോരാട്ടം ഇനി വേറെ തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. പലർക്കും പലരെയും ഒതുക്കാനുണ്ട്. ആ രീതിയിൽ മന്ത്രിസ്ഥാനം വരുമ്പോൾ എന്തൊക്കെ പോരാട്ടങ്ങൾ ആരെയൊക്കെ വെട്ടും എന്നുള്ള ഒരുപാട് ആശങ്കകളും അഭ്യൂഹങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ച് 2 പകലുകൾ തീരുമ്പോഴേക്കും തന്നെ ഏതാണ്ട് തീരുമാനമാകുന്നു. തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ. മുഴുവൻ മന്ത്രിമാരും ഒരുമിച്ച് 21 മന്ത്രിമാരും ഒരുമിച്ച് സത്യപ്രതിജ്ഞ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക്, ഘടകകക്ഷികളുടെയും അതുപോലെ തന്നെ കോൺഗ്രസിന്റെയും എല്ലാ മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. തീർച്ചയായിട്ടും അത് സ്വാഗതാർഹമാണ്. നല്ല തുടക്കമാണ്. ഏതാണ്ട് ഇപ്പൊ മന്ത്രിമാരായിട്ട് നമ്മൾ കേൾക്കുന്ന ആളുകൾ ആരും മോശക്കാരല്ല. എല്ലാവരും തന്നെ അതിന് അർഹതയുള്ളവരാണ്. അവരാരുടെ കൂടെയാണ്, ആരുടെ കൂടെ അല്ല എന്നുള്ളതൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്രമേൽ ഗൗരവമുള്ള കാര്യമല്ല. പക്ഷെ അവരൊക്കെ കാലങ്ങളായിട്ട് കേരള രാഷ്ട്രീയത്തിൽ സ്വന്തം വ്യക്തിത്വവും സ്വന്തം കഴിവുകളും ഒക്കെ തെളിയിച്ചിട്ടുള്ള ആളുകൾ തന്നെയാണ്. അതുകൊണ്ട് കോൺഗ്രസിൽ നിന്നുള്ള മന്ത്രിമാരാണെങ്കിലും ലീഗിൽ നിന്നുള്ള മന്ത്രിമാരും ഒക്കെ പലവട്ടം തെരഞ്ഞെടുക്കപ്പെട്ട് ഏറ്റവും അർഹരായിട്ടുള്ള ആളുകൾ CP ജോണും അതുപോലെ ഇപ്പോൾ ചെറിയൊരു അസംതൃപ്തി ബാക്കിയുള്ളത് എനിക്ക് തോന്നുന്നു കോൺഗ്രസിലെ 1-2 മന്ത്രിമാരുടെ കാര്യത്തിൽ കൂടി ഒരു തീരുമാനം എടുക്കാൻ ബാക്കിയുണ്ടാവും. അത് ചില സാമുദായിക പ്രാതിനിധ്യങ്ങളെ സംബന്ധിച്ച ചില തർക്കങ്ങൾ, ചില കാര്യങ്ങൾ പരിഗണിക്കുമ്പോൾ അതുകൂടി പരിഗണിച്ച് വേണ്ടി വരും അവരെ കൂടി തെരഞ്ഞെടുക്കാൻ എന്നുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും അല്പസമയം കൂടി എടുത്തേക്കാം. ലീഗിനും ചില കാര്യങ്ങൾ കൂടി പരിഗണിക്കാനുണ്ട്. അതിലും പ്രഖ്യാപനം. പക്ഷെ ഒരല്പം അപശ്രുതി ഉള്ളത് കേരള കോൺഗ്രസ് ഇപ്പോൾ ജോസഫ് ഗ്രൂപ്പ് ഇപ്പോഴും 2 മന്ത്രിമാർ വേണം. ഒരളവിൽ അവർ പറയുന്നതിനകത്ത് ന്യായമുണ്ട്. ഒറ്റ മന്ത്രിമാർക്കല്ല, ഒറ്റ ആയിട്ടുള്ള പാർട്ടികളിൽ ഒരേ ഒരു MLA ഉള്ള പാർട്ടികൾക്ക് പോലും അല്ലെങ്കിൽ ഒറ്റയന്മാർക്ക് പോലും ഒരു മന്ത്രിസ്ഥാനം കൊടുക്കുമ്പോൾ 7 അംഗങ്ങളോ ജയിപ്പിച്ച് 8 മത്സരിച്ച് 7 ജയിച്ച ഞങ്ങൾക്ക് സ്വാഭാവികമായിട്ടും 2 മന്ത്രിമാരെ വേണം എന്നുള്ളത് ഞങ്ങളുടെ അവകാശമാണ്. പക്ഷെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അത് അനുവദിച്ചു കൊടുക്കാൻ UDF ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. 63 MLA-മാർ കോൺഗ്രസിലുണ്ട്. കോൺഗ്രസിന് ആകെപ്പാടെ 12 മന്ത്രിമാരെയാണ് 12 മന്ത്രിമാരെയാണ് കിട്ടുന്നത്. അതിലും കുറഞ്ഞ രീതിയിൽ അത് എങ്ങനെ പരിഹരിക്കും എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു ക്യാബിനറ്റ് മന്ത്രിയും അത് മോൻസ് ജോസഫ് ആയിരിക്കും. ഒരാൾക്ക് ചീഫ് വിപ്പിന്റെ സ്ഥാനം ക്യാബിനറ്റ് റാങ്കോടെ അങ്ങനെ ആയിരിക്കാം. ഒരുപക്ഷെ അനൂപ് ജേക്കബിനും മാണി സി കാപ്പനും ഈ പറഞ്ഞ ഒരു ടൈം വ്യവസ്ഥ 2.5 വർഷം വീതം 2 പേർക്കും കൊടുക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ, അത് നേരത്തെ മുതൽ ഘടകകക്ഷികൾ പ്രതിസന്ധി കാലത്ത് ആപത്ത് കാലത്ത് UDF-നെ ഉറപ്പിച്ചു നിന്നവരാണ്. അവർക്കെല്ലാം ഫുൾ ടൈം മന്ത്രിസ്ഥാനം കൊടുക്കണം എന്നാണ് ആഗ്രഹം എന്നൊക്കെ പറഞ്ഞെങ്കിലും ഇപ്പോൾ അവസാന നിമിഷം ചില ഒരു അഡ്ജസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നാണ് തോന്നുന്നത്. ആഗ്രഹം എന്നിട്ടല്ല, ഒരു പരിധി വരെ നിവൃത്തിയോടെ കൊണ്ടാണ്. ഒരൊറ്റ കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ. ഈ കഴിഞ്ഞ 2 ദിവസം കണ്ട കാര്യങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് ഒരു എങ്ങനെയാണ് ഒരു സമവായത്തിലേക്ക് പൊരുതി നിന്ന നേതാക്കന്മാർ എങ്ങനെ സമവായത്തിലേക്ക് എത്തുന്നു എന്നുള്ളതിന്റെ മനോഹരമായൊരു കാഴ്ചയാണ്. VD സതീശൻ എന്ന മുഖ്യമന്ത്രി എത്ര മനോഹരമായിട്ടാണ് 2 തവണ ഇടഞ്ഞു നിന്ന് രമേശ് ചെന്നിത്തലയുടെ വീട്ടിൽ പോയി. ഒരു തവണയല്ല, വേണമെങ്കിൽ അദ്ദേഹത്തിന് ഒരു തവണ പോയി അത്രയും നേരം സംസാരിച്ചു. എന്നിട്ടും വീണ്ടും വാശി പിടിക്കുകയാണെങ്കിൽ ഇനി എന്താ വെച്ചാൽ ചെയ്യട്ടെ അദ്ദേഹം എന്ന രീതിയിലൊരു നിലപാടെടുക്കായിരുന്നു. പക്ഷെ അദ്ദേഹം ഇന്ന് വീണ്ടും പോയി. അതുപോലെ തന്നെ KC വേണുഗോപാൽ രമേശ് ചെന്നിത്തലയുടെ വീട്ടിലേക്ക് പോകുന്നു. അങ്ങനെ മാത്രമല്ല പാണക്കാട് തങ്ങളെ കണ്ട് നന്ദി അറിയിക്കുന്നു. അങ്ങനെ പോകാവുന്നിടത്തെല്ലാം പോയി ചെയ്യാവുന്നിടത്തോളം ആ ഒരു മഞ്ഞുരുക്കാനുള്ള എന്തെങ്കിലും പിടക്കങ്ങൾ അവശേഷിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം തീർത്ത് ഒരു എന്താ പറയാ ഒരു സ്മൂത്ത് ബിഗിനിങ്, ഒരു നല്ല തുടക്കം
അത് എത്ര കണ്ട് സാധ്യമാക്കാൻ കഴിയുമോ അത്രത്തോളം സ്വയം ആ ഒരു രീതിയിലേക്ക്, ആ ഒരു അനുരഞ്ജനത്തിൻ്റെ, സൗഹാർദ്ദത്തിൻ്റെ, അതിൻ്റെ എല്ലാം ആ ഒരു സാഹോദര്യത്തിൻ്റെ ഒക്കെ ശൈലിയിലേക്ക് വി ഡി സതീശൻ എന്ന മുഖ്യമന്ത്രി പോകുമ്പോൾ അതൊരു നല്ല കാഴ്ചയാണ്. ഒപ്പം തന്നെ അദ്ദേഹം തുടക്കത്തിലേ പറഞ്ഞു, എനിക്ക് ഇത്രയും വലിയ പത്രാസ് വേണ്ട, എനിക്ക് ഇത്രയും വലിയ അകമ്പടി വേണ്ട, പൈലറ്റ് വേണ്ട, എനിക്ക് അത് ഞാനൊരു ചോദ്യമായിട്ട് തന്നെ വെച്ചിട്ടുണ്ട്. ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം.